എല്ലാവർക്കും വേദാന്ത മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ കെമിസ്ട്രി സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് ചാപ്റ്റർ ആണ്. ഓക്കെ, എല്ലാവരും റെഡിയാണോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഒരു 2 hourനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ പോവാം. ഫസ്റ്റ് നമ്മൾ എന്താണ് അറിയേണ്ടത്? എന്താണ് ഹാലോ ആൽക്കെയിൻ നമുക്കറിയണം അല്ലേ? എന്താണ് ഹാലോ ആൽക്കെയിൻ? ഹാലോ ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പും ഹാലജനും തമ്മിലാണ് ഇവിടെ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? ഹാലോ ആൽക്കെയിൻ എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ എന്താ നമുക്കുള്ളത്? ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, നമ്മുടെ ഹാലജൻ ഉണ്ട്. ഈ ഹാലജൻ ഇവിടെ ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഏത് ടൈപ്പ്? ഈ ഹാലജൻ ഇവിടെ ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഏത് ടൈപ്പ് കാർബൺ ആണ്? ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണാറ്റ് ആയിട്ടാണ് ഇവിടെ ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹാലോ ആൽക്കെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ IUPAC നോമൻക്ലേച്ചർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ എന്താ ഇതിനെ വിളിക്കുന്നത്? ഹാലോ ആൽക്കെയിൻ അല്ലേ? ഹാലോ ആൽക്കെയിൻ എന്നാണ് വിളിക്കുന്നത്. ഹാലോ ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ IUPAC നെയിം എങ്ങനെയാണ് വരിക? ഇവിടെ ബ്രോമിൻ ആണുള്ളത്. സോ എന്തായിരിക്കും? ബ്രോമോ ഏതാണ് ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ്? മീഥൈൽ. അപ്പോ ബ്രോമോ മീഥൈൽ. ക്ലിയർ? ഇങ്ങനെ ആയിരിക്കും എന്ത് വരിക? നമ്മുടെ IUPAC നെയിം വരിക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അതാണ് നേച്ചർ ഓഫ് CX ബോണ്ട്. അതായത് നമ്മുടെ കാർബണും ഹാലജനും തമ്മിലുള്ള ബോണ്ടിന്റെ നേച്ചർ എന്താണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഹാലജൻ എന്തായിരിക്കും? ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുള്ള ആളാണ് ആര്? നമ്മുടെ ഹാലജൻ. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഹാലജൻ ഈ ബോണ്ടിനെ ചെറുതായിട്ട് അതിൻ്റെ അടുത്തേക്ക് വലിച്ചോണ്ടിരിക്കും. അപ്പോൾ എന്ത് കിട്ടും? നമ്മുടെ ഹാലജൻ ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജും കിട്ടും, നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പിന് ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജും കിട്ടും. ഇങ്ങനെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ്. ഹാലജനും കാർബണും തമ്മിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടായത് കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഉണ്ടാവുന്ന ഇങ്ങനെ ഈ സ്ലൈറ്റ് നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും കിട്ടുന്ന ഈ കോവലന്റ് ബോണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? പോളാർ കോവലന്റ് ബോണ്ട് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡൈപോൾ മൊമെന്റ് ആണ്. ഡൈപോൾ മൊമെന്റ്, ഓർഡർ ഓഫ് ഡൈപോൾ മൊമെന്റ് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. മ്യൂ ഇസ് ഈക്വൽ ടു Q ഇൻറ്റു R. ഡിസ്പ്ലേസ്മെന്റ് അല്ല, ഡിസ്റ്റൻസ്. ഓക്കെ, സോ Q ഇൻറ്റു R എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും ചാർജിന്റെ മാഗ്നിറ്റ്യൂഡും, അതാണ് എന്ത്? ഡൈപോൾ മൊമെന്റ്. ഇനി ഞാൻ ആൽക്കൈൽ ഹാലൈഡ്സ് എടുക്കുകയാണെങ്കിൽ ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ ഇങ്ങനെയാണ് പോവുക. CH3Cl കൂടുതൽ ദാൻ CH3F. അതെന്താണ് കാരണം? നമുക്കറിയാം ഫ്ലോറിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ ക്ലോറിനെ കാട്ടുന്നത് അല്ലേ? അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ ഫ്ലൂറിനായിട്ടും ഡൈപോൾ മൊമെന്റ് എങ്ങനെയാണ് ക്ലോറോമീഥൈന് കൂടുതലാവുന്നത് എന്നുള്ളത് ഒരു എക്സെപ്ഷണൽ പ്രോപ്പർട്ടിയാണ് അല്ലേ? അതെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കാർബണും ഫ്ലൂറിനും തമ്മിലുള്ള ബോണ്ട് ലെങ്ത് എന്താണ്? ഷോർട്ടർ ആണ്. കാർബണും ഫ്ലൂറിനും തമ്മിലുള്ള ബോണ്ട് ലെങ്ത് ഷോർട്ടർ ആണ്. നമുക്കറിയാം ഡൈപോൾ മൊമെന്റ് എന്തിനേയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് കുറഞ്ഞാൽ എന്താവും? ഡൈപോൾ മൊമെന്റും കുറയും. അപ്പോൾ നമ്മുടെ CH3Clനെയും CH3Fനെയും കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? CH3Clന്റെ ബോണ്ട് ലെങ്ത് എന്താണ്? കൂടുതലാണ് കമ്പയർ ടു CH3F. അതുകൊണ്ട് തന്നെയാണ് CH3ക്ക് എന്ത് ബോണ്ട് ഡൈപോൾ മൊമെന്റ് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ടിവിറ്റി ഓർഡർ. നമുക്ക് ഡിഫറെൻറ്റ് ആൽക്കൈൽ ഹാലൈഡ്സ് ഉണ്ട്. ഹാലജൻ നമുക്കറിയാം ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേതാണ് കൂടുതൽ റിയാക്റ്റീവ് ആയതെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഇതിൽ ആരാണ് കൂടുതൽ റിയാക്റ്റീവ്? RI ആണ് കൂടുതൽ റിയാക്റ്റീവ് ദാൻ RBr, ദാൻ RCl ആൻഡ് ദാൻ RF. കാരണം എന്താണ്? RI എന്ന് പറഞ്ഞാൽ ആ ബോണ്ട് വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ബോണ്ട് ആയിരിക്കും. കാരണം I എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ആറ്റാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ എന്തായിരിക്കും? ഈ ബോണ്ട് എന്തായിരിക്കും? വീക്ക് ആയിരിക്കും. സോ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അയഡിനെ പെട്ടെന്ന് അവിടുന്ന് ലീവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എന്താണ്? RI ആയിരിക്കും കൂടുതൽ റിയാക്റ്റീവ് ആയിട്ട് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കെയിൻ. ഹാലോ ആൽക്കെയിൻസിന്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ആണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്താണ്? ഹാലോജിനേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. ഓക്കെ, ഹാലോജിനേഷൻ ഓഫ് ആൽക്കെയിൻസ് ആണ് കേട്ടോ, ആൽക്കൈൽ ഹാലൈഡ് അല്ല, ഹാലോജിനേഷൻ ഓഫ് ആൽക്കെയിൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമുക്കൊരു ആൽക്കെയിൻ ഉണ്ട്. ആ ആൽക്കെയിനെ ഞാൻ ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. എന്താണ് ഇവിടെ റിയാക്ഷൻ? നമ്മൾ 11th പഠിച്ചതാണിത്. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? ഈ CH3
CH4 എങ്ങനെയായിരിക്കും ഉണ്ടാവുക നമുക്കറിയാം. H H H H. ഇതിന്റെ മെക്കാനിക്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി ക്ലോറിൻ സൺലൈറ്റിന്റെ പ്രസൻസിൽ എന്ത് ഫോം ചെയ്യും? നമ്മുടെ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യും അല്ലേ. ആൻഡ് എന്ത് ചെയ്യും? അവിടെ ഓരോന്നിലും എന്ത് വന്ന് അറ്റാച്ച് ചെയ്യും? ക്ലോറിൻ വന്ന് അറ്റാച്ച് ചെയ്യും. ആൻഡ് നമുക്ക് എന്ത് കിട്ടും? മോണോ ഹാലജനും ഡൈ ഹാലോ കോമ്പൗണ്ടും ട്രൈ ഹാലോ കോമ്പൗണ്ടും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും. ഈ റിയാക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. നമ്മൾ പഠിച്ച ടോപ്പിക്കാണിത്. ഇതെന്താണ്? ഹാലജിനേഷൻ ഓഫ് ആൽക്കെയിൻ. ആൻഡ് ഇവിടെ എന്ത് റിയാക്ഷൻ ആണ് നടക്കുന്നത്? ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിച്ചതാണ് ആൽക്കഹോൾ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൽക്കഹോൾ ചാപ്റ്ററിൽ നമ്മൾ ഈ റിയാക്ഷൻ പറയുന്നുണ്ട് കേട്ടോ. ആൻഡ് ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ആൽക്കഹോളിൽ നിന്നും എങ്ങനെ ഹാലോ ആൽക്കെയിൻ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് HCl-ഉം അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ്. ഇത് ഏതാണ്? ലൂക്കാസ് റിയേജന്റ് അല്ലേ. ലൂക്കാസ് ടെസ്റ്റിൽ നമ്മൾ പറയുന്നുണ്ട് ഇത്. ഓക്കെ, അപ്പൊ ഇവർ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ആരായിട്ടാണ് മാറുന്നത്? RCl-ഉം വാട്ടറും ഫോം ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ് NaBr in presence of H2SO4. NaBr in presence of H2SO4 എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ബ്രോമോ ഹാലൈഡ് കിട്ടും. ബ്രോമോ ആൽക്കെയിൻ കിട്ടും. ക്ലിയർ. നെക്സ്റ്റ് നമുക്കുള്ളത് എന്താണ്? PCl5 ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ട്, SOCl2 ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ട്, ആൻഡ് PCl3 ആയിട്ടും നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. അഗെയിൻ റെഡ് ഫോസ്ഫറസ് ഇൻ പ്രസൻസ് ഓഫ് ഹാലജനും നമ്മൾ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ഹാലജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട് കിട്ടും. ക്ലിയർ. ഈ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇതിൽ ഏതാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? തൈനൈൽ ക്ലോറൈഡ്. കാരണം നമ്മുടെ ബൈ പ്രോഡക്ട്സ് ഗ്യാസസ് ആണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? പെട്ടെന്ന് അവിടുന്ന് എസ്കേപ്പ് ആയിക്കോളും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? സെപ്പറേഷൻ ഈസിയാണ്. ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്? ബൈ അഡീഷൻ ഓഫ് HX ഓൺ ആൽക്കീൻസ് ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം ഉള്ള കോമ്പൗണ്ട്സിൽ നമ്മൾ എന്തിനെ ആഡ് ചെയ്യാണ്? HX-നെ ആഡ് ചെയ്യാണ്. ആൻഡ് ഇതും നമ്മൾ പഠിച്ച റിയാക്ഷൻ ആണ്. ഇതിലെന്താ സംഭവിക്കുക? ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? മാർക്കോണിക്കോവ്സ് അഡീഷൻ ആണല്ലേ നടക്കുക. അപ്പൊ നമുക്കറിയാം ഇവിടെ HX ഉണ്ട്. ഇവിടെ ഈ ബോണ്ട് ബ്രേക്ക് ആയിട്ട് ഹൈഡ്രജൻ ഒരു കാർബൺ ആറ്റത്തിലേക്കും ഹാലജൻ മറ്റേ കാർബൺ ആറ്റത്തിലേക്കുമാണ് വരുന്നത്. ഇവിടെ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഒരു അൺസിമെട്രിക്കൽ ആൽക്കീൻ ആണെങ്കിൽ അവിടെ ഈ ഹാലജൻ പോകുന്നത് കാർബൺ കണ്ടെയ്നിങ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിലേക്കായിരിക്കും നമ്മുടെ ഹാലജൻ പോവുക. ക്ലിയർ. അതാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഇതൊരു അൺസിമെട്രിക്കൽ ആൽക്കീൻ ആണ് അല്ലേ. ഈ അൺസിമെട്രിക്കൽ ആൽക്കീൻ എന്ന് വെച്ചാൽ എന്താണ്? കാർബൺ കണ്ടെയ്നിങ് ഡബിൾ ബോണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് കാർബൺ ഉണ്ട്, ഇതിൽ ആരുണ്ട്? ഡബിൾ ബോൺസ് ഉണ്ട്. ഈ രണ്ട് കാർബണിലും ഡബിൾ ബോൺസ് ഉണ്ടെങ്കിൽ ഈ കാർബൺ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് രണ്ട് ഹൈഡ്രജൻ ആയിട്ടാണ്. ഈ കാർബൺ നോക്കുമ്പോൾ ഒരു ഹൈഡ്രജനും ഒരു മീഥൈൽ ഗ്രൂപ്പുമാണ്. നേരെ മറിച്ച് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് കാർബൺ ആറ്റം ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ആരായിട്ടാണ്? രണ്ട് ഹൈഡ്രജൻ ആയിട്ടാണ്. അപ്പൊ നമ്മൾ ബ്രേക്ക് ചെയ്താൽ ഇത് രണ്ടും സെയിം ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഞാൻ ഇതിങ്ങനെ മുറിച്ചാൽ നമുക്ക് രണ്ട് ഈക്വൽ ഹാഫ്സ് കിട്ടില്ല. കറക്റ്റ് അല്ലേ? അപ്പോൾ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അൺസിമെട്രിക്കൽ ആൽക്കീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് HX ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഹാലൈഡ് എങ്ങോട്ടാണ് പോകുന്നത്? കാർബൺ കണ്ടെയ്നിങ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ക്ലിയർ. കാർബൺ കണ്ടെയ്നിങ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിലേക്കാണ് ആര് പോയിട്ടുള്ളത്? നമ്മുടെ ഹാലജൻ പോയിട്ടുള്ളത്. ക്ലിയർ. ഓക്കെ. എന്നിട്ട് നമുക്ക് എന്തുണ്ടാവും? കറസ്പോണ്ടിങ് കോമ്പൗണ്ട് ഇവിടെ ഫോം ചെയ്യും. ഇത് എന്ത് വഴിയാണ് നടക്കുന്നത്? മാർക്കോണിക്കോവ് അഡീഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ക്ലിയർ. നെക്സ്റ്റ് നമുക്കുള്ള പ്രിപ്പറേഷൻ മെത്തേഡ് ആണ് ബൈ അഡീഷൻ ഓഫ് ഹാലജൻ ഓൺ ആൽക്കീൻസ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്ന റിയാക്ഷൻ ആണ്. എന്ത്? നമ്മൾ ആൽക്കീനിലേക്ക് ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് CCl4 ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു വിസിനൽ ഡൈഹാലൈഡ് ആണ് നമുക്ക് കിട്ടുന്നത്. രണ്ട് കാർബൺ ആറ്റത്തിലേക്കും ആരാണ് ആഡ് ചെയ്യുന്നത്? ബ്രോമിൻ ആഡ് ചെയ്യും. ആൻഡ് നമുക്ക് എന്ത് കിട്ടും? വിസിനൽ ഡൈബ്രോമൈഡ് നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ. നമ്മൾ നേരത്തെ ആൽക്കഹോൾ എന്ന് പഠിച്ചത് എന്തായിരുന്നു? എങ്ങനെ ക്ലോറിൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ഉണ്ടാക്കാം, ബ്രോമിൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അതിൽ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തിട്ടില്ല? അയോഡിനെയും ഫ്ലൂറിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇനി അതാണ് നമ്മൾ എന്തിൽ ഡിസ്കസ് ചെയ്യുന്നത്? ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷനിൽ നമ്മൾ രണ്ട് റിയാക്ഷനാണ് പഠിക്കുന്നത്. ഏതൊക്കെയാണ്? ഫിംഗൽസ്റ്റീൻ റിയാക്ഷനും സ്വാർട്സ് റിയാക്ഷനും. ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുണ്ടാക്കാനുള്ളതാണ്?
അയോഡിൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ഉണ്ടാക്കാനുള്ളതാണ്. ഓക്കെ, ലൈക്ക് അയഡോ ആൽക്കെയിൻ ഉണ്ടാക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് അതെങ്ങനെയാണ് നടക്കുന്നത്? നമ്മുടെ ക്ലോറിൻ കണ്ടെയ്നിങ് അല്ലെങ്കിൽ ബ്രോമിൻ കണ്ടെയ്നിങ് ഹാലോ ആൽക്കെയിൻ എടുത്തിട്ട് അതിനെ നമ്മൾ എന്തായിട്ട് റിയാക്ട് ചെയ്യാണ്? സോഡിയം അയഡൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവർ തമ്മിൽ എന്ത് നടക്കാണ്? ഒരു എക്സ്ചേഞ്ച് നടക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ റിയാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. നെക്സ്റ്റ് നമുക്കുള്ളത് സ്വാർട്സ് റിയാക്ഷൻ ആണ്. സ്വാർട്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? CH3Br AgFും റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഫ്ലൂറിനും ബ്രോമിനും ഇന്റർചേഞ്ച് ചെയ്തിട്ട് എന്താണ് ഉണ്ടാവുക? CH3F ആൻഡ് AgBr. ക്ലിയർ? ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്, CH3Fും AgBrഉം. ക്ലിയർ? ഓക്കെ, ഇത്രയേ ഉള്ളൂ എന്താ നമ്മുടെ പ്രിപ്പറേഷൻ മെത്തേഡ്സ്. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. നമ്മുടെ ഹാലോ ആൽക്കെയിൻസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താ നോക്കുന്നത്? ബോയിലിംഗ് പോയിന്റ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹയർ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും ആർക്ക് ഉണ്ടായിരിക്കുക? നമ്മുടെ ഹാലോ ആൽക്കെയിൻസിന് ഉണ്ടായിരിക്കുക കമ്പയർഡ് ടു ആൽക്കെയിൻസ്. ഓക്കെ, നമ്മൾ പാരന്റ് ആൽക്കെയിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാലോ ആൽക്കെയിൻസിനായിരിക്കും എന്ത്? ബോയിലിംഗ് പോയിന്റ് കൂടുതലായിട്ട് വരുന്നത്. കാരണം എന്താണ്? ഹാലോ ആൽക്കെയിൻസിന് എന്തായിരിക്കും? മോളിക്യുലർ മാസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ വാൻ ഡെർ വാൾസ് ഫോഴ്സസ് സ്ട്രോങ് ആയിരിക്കും, അല്ലേ? വാൻ ഡെർ വാൾസ് ഫോഴ്സസ് കൂടുതലായിരിക്കും ആർക്ക്? മോളിക്യുലർ മാസ് കൂടിയ കോമ്പൗണ്ട്സിന് ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഹാലോ ആൽക്കെയിൻസിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുന്നത്. ഓക്കെ, ഇനി ഡിക്രീസിങ് ഓർഡർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം RI ആയിരിക്കും കൂടുതൽ. കാരണം എന്താണ്? അയഡിനാണ് അയഡിനാണ് എന്ത് കൂടുതൽ ഉണ്ടാവുക? അറ്റോമിക് മാസ് കൂടുതലുള്ളത്. അപ്പൊ ടോട്ടൽ മോളാർ മാസ് ആർക്കാ കൂടുക? RIക്ക്. അതുകൊണ്ട് RI, RBr, RCl ആൻഡ് RF. ഇതാണ് നമ്മുടെ ബോയിലിംഗ് പോയിന്റിന്റെ ഡിക്രീസിങ് ഓർഡർ ഓഫ് ഹാലോ ആൽക്കെയിൻസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് among the ഐസോമറിക് ഹാലോ ആൽക്കെയിൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു എന്ത്? ബ്രാഞ്ചിങ് കൂടുന്ന സമയത്ത് ബോയിലിംഗ് പോയിന്റ് കുറയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ഓർഡർ എന്തായിരിക്കും? പ്രൈമറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, ടെർഷ്യറി. കാരണം എന്താണ്? ടെർഷ്യറിയിൽ ബ്രാഞ്ചിങ് കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യും? ബോയിലിംഗ് പോയിന്റ് കുറയും. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റിന്റെ കേസ് നോക്കുകയാണെങ്കിൽ RFും RClഉം ലൈറ്റർ ദാൻ വാട്ടർ ആണ്. അവരുടെ ഡെൻസിറ്റി വാട്ടറിനെക്കാട്ടും കുറവാണ്. ആരതൊക്കെ? RFന്റെയും RClന്റെയും. ആൻഡ് RBr ആൻഡ് RI നോക്കുകയാണെങ്കിൽ ദേ ആർ ഹെവിയർ ദാൻ വാട്ടർ. വാട്ടറിനെക്കാട്ടും ഡെൻസിറ്റി ഇവർക്ക് കൂടുതലാണ് RBrനും RIനും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിക്രീസിങ് ഓർഡർ ഓഫ് ഡെൻസിറ്റി. അപ്പൊ എങ്ങനെയാണ് വരുന്നത്? RI ഗ്രേറ്റർ ദാൻ, RBr ഗ്രേറ്റർ ദാൻ, RCl ഗ്രേറ്റർ ദാൻ RF. ക്ലിയർ? ഇങ്ങനെയാണ് എന്ത്? അവരുടെ ഡെൻസിറ്റിയുടെ ഡിക്രീസിങ് ഓർഡർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? സോലിബിലിറ്റി. ഇവർ എത്രത്തോളം സോലിബിൾ ആണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇനി സോലിബിലിറ്റി ദേ ആർ പോളാർ കോവലന്റ് കോമ്പൗണ്ട്സ് ആണെങ്കിലും ദേ ആർ ഇൻസോല്യൂബിൾ. ക്ലിയർ? ഇവർ പോളാർ കോവലന്റ് ബോണ്ട് ഉള്ള കോമ്പൗണ്ട്സ് ആണെങ്കിലും എന്താണ്? ഇവര് ഇൻസോല്യൂബിൾ ആണ്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹാലോ ആൽക്കെയിൻസിൽ അവർ തമ്മിലൊരു ബോണ്ട് ഉണ്ട്, അല്ലേ? അവർ തമ്മിൽ എന്തുണ്ട്? ഒരു ബോണ്ട്, വാൻ ഡെർ വാൾസ് ഫോഴ്സസ് ഉണ്ട്. ആൻഡ് വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ എന്തുണ്ട്? ഒരു ഹൈഡ്രജൻ ബോണ്ടും ഉണ്ട്. അപ്പോൾ ഈ ബോണ്ട്സ് ബ്രേക്ക് ചെയ്യാന്നുള്ളത് ഹാലജനും ലൈക്ക് ഹാലോ ആൽക്കെയിൻ RXും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യലും വാട്ടർ മോളിക്യൂളിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ബ്രേക്ക് ചെയ്യലും എന്താണ്? ഡിഫിക്കൽട്ട് ആണ് കമ്പയർഡ് ടു ദിസ് ന്യൂ ബോണ്ട് ഫോർമേഷൻ ബിറ്റ്വീൻ ദി ഹാലോ ആൽക്കെയിൻ ആൻഡ് വാട്ടർ. ഹാലോ ആൽക്കെയിനും വാട്ടറും സോലിബിൾ ആവുന്ന സമയത്ത് ഹാലോ ആൽക്കെയിനും വാട്ടറും തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ആ ബോണ്ട് ഫോം ചെയ്യൽ എന്താണ്? ഡിഫിക്കൽട്ട് ആണ് കമ്പയർഡ് ടു എന്ത്? നമ്മുടെ ആ ബോണ്ട് ഫോം ചെയ്യൽ ഈസിയാണ്. പക്ഷേ നമുക്ക് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യൽ എന്താണ്? ഡിഫിക്കൽട്ടാണ്. നമ്മുടെ ഹാലോ ആൽക്കെയിൻസ് തമ്മിലുള്ളതും വാട്ടർ തമ്മിലുള്ളതും ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യൽ എന്താണ്? ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് ഇവർ ലെസ് സോലുബിൾ ആവാനുള്ള കാരണം. ഓക്കെ, നെക്സ്റ്റ് ദേ ഡിസോൾവ് ഇൻ ഓർഗാനിക് സോൾവെന്റ്സ്. വാട്ടറിൽ സോലുബിൾ അല്ലെങ്കിലും എന്താണ്? ഇവർ ഓർഗാനിക് സോൾവെന്റിൽ സോലുബിൾ ആവുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്റ്റെബിലിറ്റി ആണ്. ഇതിൽ ആർക്കാണ് കൂടുതൽ സ്റ്റെബിലിറ്റി എന്നാണ് നമ്മൾ നോക്കുന്നത്. ആർക്കായിരിക്കും കൂടുതൽ സ്റ്റെബിലിറ്റി? RFനായിരിക്കും കൂടുതൽ സ്റ്റെബിലിറ്റി. നമുക്കറിയാം RI ബോണ്ട് പെട്ടെന്ന് ബ്രേക്ക് ആവുന്നുണ്ട്. നമ്മൾ റിയാക്ടിവിറ്റി ഓർഡർ കണ്ടപ്പോൾ എന്താണ് കണ്ടത്? RI ഗ്രേറ്റർ ദാൻ, RBr ഗ്രേറ്റർ ദാൻ, RCl ഗ്രേറ്റർ ദാൻ RF. അതുപോലെ തന്നെ ആയിരിക്കും എന്ത്? അവരുടെ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കുക. ക്ലിയർ? ഇനി RI ലീസ്റ്റ് സ്റ്റേബിൾ ആണ് നമ്മൾ പറഞ്ഞു. ഓൾസോ നമ്മുടെ ലൈറ്റിന്റെ പ്രസൻസിൽ വന്നാൽ ഇവർ എന്താവും? ഡാർക്ക് ആവും. കാരണം അവിടെ
ഫോട്ടോ ഡീകമ്പോസിഷൻ നടക്കും ലൈറ്റിന്റെ പ്രസൻസിൽ ആർക്ക് RIക്ക്. എന്നിട്ട് എന്ത് സംഭവിക്കും? ഫോട്ടോ ഡീകമ്പോസിഷൻ നടന്നിട്ട് ആൽക്കൈൻ ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ അവരെന്താവും? ഡാർക്ക് കളർ ആയിരിക്കും. ഡാർക്ക് കളർ അവർ ഫോം ചെയ്യും ലൈറ്റിന്റെ പ്രസൻസിൽ. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഹാലോൽക്കെൻസ്. ഹാലോൽക്കെൻസിന്റെ കെമിക്കൽ റിയാക്ഷൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് 3 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ് ഇവിടെ പഠിക്കാനുള്ളത്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഉണ്ട്, എലിമിനേഷൻ റിയാക്ഷൻസ് ഉണ്ട്, ദെൻ റിയാക്ഷൻസ് വിത്ത് മെറ്റൽസും നമുക്കുണ്ട്. 3 ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ആണ് നമുക്കുള്ളത്. ഇതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരാണ്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ 2 ടൈപ്പ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? SN2 ആൻഡ് SN1. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ബൈമോളിക്കുലാർ ആൻഡ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ യൂണിമോളിക്കുലാർ. ഇത് രണ്ടുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ക്ലിയർ? ഓക്കെ, ഇനി ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ബൈമോളിക്കുലാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ബൈമോളിക്കുലാർ എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് 2, അതായത് അതിന്റെ ഓർഡർ എന്തായിരിക്കും? റേറ്റിന്റെ ഓർഡർ എന്തായിരിക്കും? 2 ആയിരിക്കും. അതായത് ഇവിടെ നമ്മുടെ ആൽക്കൈൽ ഹാലൈഡിനെയും ന്യൂക്ലിയോഫൈലിന്റെയും കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് SN2 റിയാക്ഷൻ നടക്കുന്നത്. ആൻഡ് SN1 റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ റേറ്റ് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? നമ്മുടെ ആൽക്കൈൽ ഹാലൈഡ് അല്ലെങ്കിൽ ഹാലോ ആൽക്കൈനിന്റെ കോൺസെൻട്രേഷനെ മാത്രമേ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് SN2 എന്താണെന്ന് ഫസ്റ്റ് നോക്കാം. SN2 റിയാക്ഷൻ്റെ ഒരു ഡയഗ്രാം ഇവിടെ തന്നിട്ടുള്ളത്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ ഒരു കാറ്റ് ഉറങ്ങുന്നുണ്ട് അല്ലേ? ഈ കാറ്റ്, ഗ്രേ കളർ കാറ്റ് ഇവിടെ നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് ആര് വന്നു? ഒരു യെല്ലോ കളർ കാറ്റ് വന്നു. ഇവർ വന്നിട്ട് എന്ത് ചെയ്തു? ഈ കാറ്റ് ഇവിടുന്ന് പോകുന്നതിന് മുന്നേ തന്നെ ഈ കാറ്റ് ഇതിൻ്റെ ഉള്ളിൽ കയറി അല്ലേ? കയറിയിട്ട് എന്ത് സംഭവിച്ചു? രണ്ടാളും ഇവിടെ കോ എക്സിസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ആദ്യം ഉണ്ടായിരുന്ന കാറ്റ് അവിടുന്ന് പോയി. പുതിയ കാറ്റ് എന്ത് ചെയ്തു? അവിടെ സ്ഥലം ഉറപ്പിച്ചു. ക്ലിയർ? ഇതാണ് നമ്മുടെ SN2 റിയാക്ഷനിൽ നടക്കുന്നത്. എന്താന്ന് വെച്ചാൽ നമുക്ക് എന്തുണ്ട് ഇവിടെ? CH3Br. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഉണ്ടായിരുന്ന കാറ്റ്. പിന്നെ വരുന്ന കാറ്റാണ് നമ്മുടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. എന്നിട്ട് അത് എന്തായിട്ട് മാറാണ്? ആൽക്കഹോൾ ആയിട്ട് മാറാണ്. പുതിയ ഗ്രൂപ്പ് എന്ത് ചെയ്തു? ഇവിടെ കയറി ഇരുന്നു. ക്ലിയർ? അതെങ്ങനെയാണ് നമുക്ക് നോക്കാം, മെക്കാനിസം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്. ഇവിടെ OH മൈനസ്, ഈ NaOH ആര് വരുന്നുണ്ട്? OH മൈനസ് വരുന്നുണ്ട്. നമുക്കിവിടെ ആരുണ്ട്? ആദ്യം ടെട്രാഹൈഡ്രൽ ജോമെട്രിയിൽ നമ്മുടെ ബ്രോമിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മീഥൈൽ ഗ്രൂപ്പിൽ. ഓക്കെ, ഇതെന്താണ്? sp3 ഹൈബ്രിഡൈസേഷൻ ആണ് കേട്ടോ. അപ്പൊ എന്താണ്? ടെട്രാഹൈഡ്രൽ ജോമെട്രിയിലാണ് ആരുണ്ടാവുക? നമ്മുടെ ബ്രോമിൻ ഇവിടെ ഉള്ളത്. ആൻഡ് എന്ത് സംഭവിക്കും? നമ്മുടെ OH മൈനസ് അല്ലെങ്കിൽ ദ ന്യൂക്ലിയോഫൈൽ ആണ് കേട്ടോ. ഈ OH മൈനസ് ഇവിടുത്തെ ന്യൂക്ലിയോഫൈൽ ആണ്. ഈ ന്യൂക്ലിയോഫൈൽ ഇങ്ങനെ വന്നിട്ട് രണ്ടാളും ബോണ്ട് അറ്റ് എ ടൈം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ബോണ്ട് ബ്രേക്കിംഗും നടക്കുന്നുണ്ട്, ഇവിടെ ബോണ്ട് ബ്രേക്കിംഗും നടക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ മേക്കിങ്ങും ഇവിടെ ബ്രേക്കിംഗും നടക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇതാണ് എന്ത്? നമ്മുടെ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ സ്റ്റേറ്റ് വെൻ കാർബൺ ഈസ് ഹാവിംഗ് 5 bonds അറ്റ് എ ടൈം. കാർബണിന് 5 bonds ഉള്ള ആ സ്റ്റേറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്ത് സംഭവിക്കും? ഈ ബ്രോമിൻ മെല്ലെ ആ സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു കൊടുക്കും. ആൻഡ് OH എന്ത് ചെയ്യും? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അവിടെ ബോണ്ട് ഫോം ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്കത് എങ്ങനെ നടക്കുന്നത് നോക്കാം. ഇതാണ് നമ്മുടെ ആര് വരുന്നത്? ഇതാണ് നമ്മൾ ആര് വരുന്നത്? OH വരുന്നത്. ബ്രോമിൻ എന്ത് ചെയ്യും? ഇവിടുന്ന് മാറിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ഈ ബോണ്ട് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇത് കാർബൺ ഹാലജൻ ബോണ്ടാണ്. ഈ ബോണ്ട് എന്താവാണ്? അവരുടെ കോൺഫിഗറേഷൻ ഇൻവേർഷൻ നടക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കാർബണും 3 ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ടാണ് അവിടെ ഉണ്ടാവുന്നത്. ആ ബോണ്ട്സ് എങ്ങനെയാണുള്ളത്? ഒരു അംബ്രല്ല നമ്മൾ ചൂടി നടക്കുന്ന സമയത്ത് വലിയൊരു കാറ്റടിച്ച അംബ്രല്ല എന്താവും? അപ്സൈഡ് ഡൗൺ, ഇങ്ങനെ മറയൂലേ? അങ്ങനെ അതുപോലെയാണ് എന്ത് സംഭവിക്കുന്നത്? ഇവിടെ ഈ കാർബണും 3 ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ടിനും സംഭവിക്കുന്നത്. ഓക്കെ, വെൻ ഒരു ന്യൂക്ലിയോഫൈൽ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ റിയാക്ടിവിറ്റി ഓർഡർ എങ്ങനെയായിരിക്കും നോക്കാം. റിയാക്ടിവിറ്റി ഓർഡർ നമ്മൾ പറയുന്ന സമയത്ത് നമുക്കറിയാം അവിടെ ഒരു പോയിന്റിൽ, ആ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ടാകുന്ന പോയിന്റിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ന്യൂക്ലിയോഫൈലും അവിടെ ഉണ്ട്, ഹാലജനും അവിടെ ഉണ്ട് അല്ലേ? ആൻഡ് ആ സമയത്ത് നമ്മുടെ ന്യൂക്ലിയോഫൈലിന് ഈസി ആയിട്ട് അങ്ങോട്ട് വരാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? ബൾക്കിയർ ഗ്രൂപ്പ്സ് ഒന്നും പ്രസന്റ് ആവരുത്.
ക്ലിയർ? ഇവിടെ ബൾക്കിയർ ഗ്രൂപ്പ്സ് ഒന്നും പ്രസന്റ് ആവരുത്. അപ്പൊ എന്ത് ചെയ്യാം, ഈ ന്യൂക്ലിയോഫൈലിന് ഈസി ആയിട്ട് ഇവിടെ വന്ന് ബോണ്ട് ഫോം ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മളൊരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അല്ലെ. ആ CH3 ഗ്രൂപ്പ് എന്ത് ചെയ്യും, ഈ ന്യൂക്ലിയോഫൈലിന് അത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ കഴിയില്ല, ഒരു ചെറിയൊരു സ്റ്റെറിക് ഹിൻഡ്രൻസ് അവിടെ ഫീൽ ചെയ്യും. അതുപോലെ 2 ഉണ്ടെങ്കിൽ എന്താവും, കൂടുതൽ ഡിഫിക്കൽട്ട് ആവും. 3 ഉണ്ടെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആവും എന്ത്, ആ ന്യൂക്ലിയോഫൈലിന് അവിടെ വന്ന് ബോണ്ട് ഫോം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ റിയാക്ടിവിറ്റി ഓർഡർ നോക്കുമ്പോൾ ആർക്കായിരിക്കും കൂടുതൽ, മീഥൈലിനായിരിക്കും കൂടുതൽ. ദെൻ ആര് വരും, പ്രൈമറി, ദെൻ സെക്കൻഡറി, ദെൻ ടേർഷ്യറി. ഇതായിരിക്കും നമ്മുടെ റിയാക്ടിവിറ്റി ഓർഡർ. ഇതിന്റെ കാരണം എന്താണ്, സ്റ്റെറിക് ഹിൻഡ്രൻസ് ആണ്. ക്ലിയർ? ഇനി നമുക്ക് SN2 റിയാക്ഷൻ എപ്പോഴൊക്കെയാണ് ഫേവർ ചെയ്യാന്ന് നോക്കാണ്ടല്ലേ. എപ്പോഴാണ് ഈ SN2 റിയാക്ഷൻ നടക്കുന്നത്? SN2 റിയാക്ഷൻ നടക്കാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ SN2 റിയാക്ഷൻ നടക്കാൻ ചാൻസ് കൂടുതലുണ്ട്. സ്ട്രോങ് ന്യൂക്ലിയോഫൈൽസിന്റെ എക്സാമ്പിൾ ആരൊക്കെയാണ്, നമ്മുടെ അക്വസ് NaOH അല്ലെങ്കിൽ അക്വസ് KOH ഒരു എക്സാമ്പിൾ ആണ്. അയഡിൻ I- എക്സാമ്പിൾ ആണ്. CN- ഒക്കെ എക്സാമ്പിൾ ആണ്. പിന്നെ നമ്മൾ സോൾവെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പോളാർ എപ്രോട്ടിക് സോൾവെന്റ് ആണെങ്കിലാണ് ഏത് റിയാക്ഷൻ നടക്കുന്നത്, SN2 റിയാക്ഷൻ നടക്കുന്നത്. പോളാർ എപ്രോട്ടിക് സോൾവെന്റ് ആവുന്ന സമയത്താണ് SN2 റിയാക്ഷൻ നടക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ആര്, അസറ്റോണും DMSO, ഡൈമീഥൈൽ സൾഫോക്സൈഡ്. അതിന്റെ സ്ട്രക്ചർ ആണ് ഈ കാണുന്നത്. ഈ ഡൈമീഥൈൽ സൾഫോക്സൈഡോ അല്ലെങ്കിൽ അസറ്റോണോ ആയിരിക്കണം ആര്, നമ്മുടെ പോളാർ എപ്രോട്ടിക് സോൾവെന്റ് ആയിട്ട് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് എന്താണുള്ളത്, ഒരു ഗുഡ് ലീവിംഗ് ഗ്രൂപ്പ് വേണം. നമ്മൾ അവിടുന്ന് പോകുന്ന ഹാലജൻ ഒരു ഗുഡ് ലീവിംഗ് ഗ്രൂപ്പ് ആവണം. അതിന് എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ആരാണ് ഈ ഹാലജനിൽ ഏറ്റവും നല്ല ലീവിംഗ് ഗ്രൂപ്പ്, I-, ദെൻ Br-, ദെൻ Cl-, ദെൻ F-. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് SN2 റിയാക്ഷന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതിലുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ നോക്കുന്നത്. റിയാക്ഷൻ വിത്ത് KCN. നമുക്കറിയാം KCN റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഏത് അയോഡായിരിക്കും അവിടുന്ന് വരുന്നത്, CN- ആയിരിക്കും അവിടുന്ന് വരുന്നത് അല്ലേ. അപ്പോ KCN ആണ് റിയാക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത് ആരാണ്, CN, ഈഥൈൽ സയനൈഡ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേറെ ഒരു അയോൺ ഉണ്ടാവുന്നതുണ്ട്. അതേതാണ്, AgCN ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ KCN-ഉം AgCN-ഉം തമ്മിൽ എന്താ ഡിഫറൻസ്? ഈ AgCN ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത് എന്ന് വെച്ചാൽ, നമുക്ക് ടേബിൾ തന്നിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. KCN ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. AgCN ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഐസോസയനൈഡ് ആണ് കിട്ടുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ ന്യൂക്ലിയോഫൈൽ എന്താണ്, ഒരു ആംബിഡെന്റേറ്റ് ന്യൂക്ലിയോഫൈൽ ആണ്. ഈ ന്യൂക്ലിയോഫൈലിന് ഒന്നുകിൽ കാർബണായിട്ട് ബോണ്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ നൈട്രജനായിട്ട് ബോണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇവര് KCN-ന്റെ കൂടെ ആവുമ്പോൾ സയനൈഡ് ആയിട്ടാണ് ബോണ്ട് ഉണ്ടാക്കുന്നത്. AgCN-ന്റെ കൂടെ ആകുമ്പോൾ ആരായിട്ടാണ് ബോണ്ട് ഉണ്ടാക്കുന്നത്, ഐസോസയനൈഡ് ആയിട്ടാണ് അവര് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഉണ്ടാകുമ്പോൾ എന്താണ് ഫോം ചെയ്യുന്നത്, CN ആണ് പോകുന്നത്. AgCN എടുക്കുമ്പോൾ NC ആണ് പോകുന്നത്. ഇതിന് കാരണം എന്താണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ KCN ഒരു പോളാർ മോളിക്യൂൾ ആണ്. KCN എന്താണ്, ഒരു പോളാർ മോളിക്യൂൾ ആണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് CN- അയോൺ ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഇനി നമുക്കറിയാം CN- അല്ലെങ്കിൽ സയനൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആംബിഡെന്റേറ്റ് ന്യൂക്ലിയോഫൈൽ ആണ്. അതായത് അതിന് എന്തൊക്കെ ബോണ്ട് ഉണ്ടാക്കാം, കാർബൺ വഴി ബോണ്ട് ഉണ്ടാക്കാം, നൈട്രജൻ വഴി ബോണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ നമുക്കറിയാം നമുക്ക് എന്താണുള്ളത്, ഒരു ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ടാണ് ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത് അല്ലേ. ഈ ആൽക്കൈൽ ഗ്രൂപ്പായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഇവിടെ നമുക്കറിയാം CN ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ബോണ്ട് ആരൊക്കെ തമ്മിലാണ്, കാർബണും. ഇനി NC ആണ് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ബോണ്ട് ആരൊക്കെ തമ്മിലാണ്, കാർബണും, ഇവിടുത്തെ നൈട്രജനും. ഈ രണ്ട് ബോണ്ട്സും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ബോണ്ടിനാണ് കൂടുതൽ പോസിബിലിറ്റി കൂടുതൽ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുതൽ നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് കൂടുതൽ ഈസി ആയിട്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന ബോണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് KCN ആവുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നത്, സയനൈഡ് കിട്ടുന്നത്. ഇനി AgCN ആവുമ്പോൾ എന്തുകൊണ്ട് ഐസോസയനൈഡ് കിട്ടുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. AgCN എന്താണ്, ഒരു കോവലന്റ് മോളിക്യൂൾ ആണ്. AgCN ഒരു കോവാലന്റ് മോളിക്യൂൾ ആണ്. ഈ കോവാലന്റ് മോളിക്യൂളിൽ എന്താ സംഭവിക്കുക, ഇവിടെ ഇങ്ങനെ അയണൈസേഷൻ നടക്കൂല അല്ലേ. അപ്പോൾ ഈ AgCN-ലുള്ള നൈട്രജൻ മേൽ ആരുണ്ട്, നമ്മുടെ ലോൺ പെയേഴ്സ് ഉണ്ട്. ആ ലോൺ പെയേഴ്സ് എന്ത് ചെയ്യും, നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പായിട്ട് പോയിട്ട് ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെയാണ് ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നത്, ഐസോസയനൈഡ് കിട്ടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് NO2
ഗ്രൂപ്പിന്റെ അഡീഷനും പറയുന്നുണ്ട്. ഓക്കെ, നൈട്രോ ഗ്രൂപ്പിന്റെ അഡീഷൻ പറയുന്നുണ്ട്. നമ്മൾ KNO2 ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത് ആരാണ്? ഓക്സിജൻ. നമുക്കറിയാം നൈട്രോ ഗ്രൂപ്പ് എന്താണ്? ഒരു ആംബിഡന്റ് ആണ്. അതിന് എന്ത് ചെയ്യാം? ഓക്സിജൻ വഴിയും ബോണ്ട് ഉണ്ടാക്കാം, നൈട്രജൻ വഴിയും ബോണ്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ മീഥൈൽ നൈട്രൈറ്റ് ആണ് ഉണ്ടാവുക. ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത്? KNO2 ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത്. ഇനി നേരെ മറിച്ച് നമ്മൾ AgNO2 ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് ഫോം ചെയ്യുക? നൈട്രോമീഥേൻ ആണ് ഫോം ചെയ്യുന്നത്. അതായത് നമ്മുടെ NO2 ആണ് ഇവിടെ വന്നിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി വേറൊരു SN2 റിയാക്ഷൻ എക്സാമ്പിൾ ആണ് നമ്മുടെ വില്യംസൺ സിന്തസിസ്. നമ്മൾ ആൽക്കഹോളിൽ പഠിച്ചു. എന്താണ്? ഈഥറിന്റെ ഒരു ഫോർമേഷനിലുള്ളതാണ് അല്ലെ. ആൽക്കൈൽ ഹാലൈഡും ആൽക്കഹോളും റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരെ കിട്ടും? നമുക്ക് ഈഥറിനെ കിട്ടും. ഈ ആൽക്കഹോളിൽ നമുക്ക് ആൽക്കോക്സി ഗ്രൂപ്പ് വരുന്നുണ്ട്. ഈ ആൽക്കോക്സി ഗ്രൂപ്പും ഈ ഹാലജൻ ഇവിടുന്ന് ലീവ് ചെയ്യും. അങ്ങനെ നമുക്ക് ഈഥർ ഫോം ചെയ്യുന്നത്. ഇതൊരു SN2 റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. അത് നമ്മൾ വില്യംസൺ സിന്തസിസ് പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു. ഓക്കെ, നെക്സ്റ്റ് SN1 റിയാക്ഷൻ എന്താണെന്നാണ് നോക്കുന്നത്. SN1 റിയാക്ഷനിൽ നമ്മൾ നേരത്തെ പിക്ചർ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ആദ്യം ഒരു കാറ്റ് കിടന്നുറങ്ങുന്നുണ്ട്, അപ്പുറത്ത് വേറൊരു കാറ്റ് നിൽക്കുന്നുണ്ട്. ഇനി എന്താ സംഭവിച്ചത്? ഈ കാറ്റ് സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് പോയി? എണീറ്റ് പോയി. ഇനി എന്താ ചെയ്യും? ഈ കാറ്റ് അവിടെ കയറി ഇരിക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്, SN1 റിയാക്ഷനിൽ നടക്കുന്നത്. ആൻഡ് ഇവിടെ എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കറിയാം ബ്രോമിൻ ഉണ്ട്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ബ്രോമിൻ അവിടെ പോവും, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അവിടെ കയറി ഇരിക്കും. ഓക്കെ, ഇനി അതിന്റെ മെക്കാനിസം എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ രണ്ട് സ്റ്റെപ്പിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. നമ്മുടെ SN2 റിയാക്ഷൻ എന്താണ്? ഒരു സ്റ്റെപ്പിലാണ് അത് കഴിഞ്ഞത് അല്ലേ. ഇവിടെ നമ്മുടെ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ സ്റ്റെപ്പ് 1 ആണ്. സ്റ്റെപ്പ് 1ൽ എന്താണ് നടക്കുന്നത്? നമുക്കൊരു ആൽക്കൈൽ ഹാലൈഡ് ഉണ്ട്. ഈ ആൽക്കൈൽ ഹാലൈഡിന് ആര് പോകും? നമ്മുടെ ഹാലജൻ അവിടുന്ന് പോകും. ആൻഡ് എന്ത് ഫോം ചെയ്യും? ഇവിടെ ഒരു കാർബോകാറ്റയോണും ഫോം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ഈ ആൽക്കൈൽ ഹാലൈഡിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ജിയോമെട്രി എന്തായിരിക്കും? ടെട്രാഹെഡ്രൽ ജിയോമെട്രി ആയിരിക്കും. എപ്പോഴാണ് അവിടുന്ന് ഹാലജൻ ഗ്രൂപ്പ് ലീവ് ചെയ്യുന്നത് ആ സമയത്ത് ഇവർ എന്തായിട്ട് മാറും? പ്ലെനാർ സ്ട്രക്ചർ ആയിട്ട് മാറും. ഓക്കെ, ട്രയാഗണൽ പ്ലെനാർ സ്ട്രക്ചറിലാണ് ആരുണ്ടാവുന്നത്? നമ്മുടെ കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നത് ഒരു പ്ലെനാർ സ്ട്രക്ചറിലായിരിക്കും ഫോം ചെയ്യുന്നത്. ഇനി എന്താ സംഭവിക്കുക? നമ്മുടെ ന്യൂക്ലിയോഫൈൽ അങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ബ്രോമിന്റെ സ്ഥലത്തേക്ക് ആര് വരികയാണ്? നമ്മുടെ ന്യൂക്ലിയോഫൈൽ വരികയാണ്. ആ ന്യൂക്ലിയോഫൈൽ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ന്യൂക്ലിയോഫൈൽ ഇവിടെ ബോണ്ട് ഫോം ചെയ്യും. നമുക്ക് ആ പുതിയ ന്യൂക്ലിയോഫൈൽ കണ്ടെയ്നിങ് കോമ്പൗണ്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്കതെങ്ങനെ സംഭവിക്കുന്നതെന്ന് കാണാം. നമുക്കറിയാം ഹാലജൻ പോയി. ഇനി ആര് വരും? നമ്മുടെ ന്യൂക്ലിയോഫൈല് വരും. ഇതെന്തായിട്ട് മാറി? ഇപ്പോൾ കാർബോകാറ്റയോൺ ആയിട്ട് മാറി, പ്ലനാർ സ്ട്രക്ചറിലേക്ക് മാറി. ഇനി നമ്മുടെ ന്യൂക്ലിയോഫൈൽ വരും, സെയിം പൊസിഷനിൽ കയറിയിരിക്കും. ക്ലിയർ? ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്ത്? SN1 റിയാക്ഷൻ അല്ലെങ്കിൽ SN1 മെക്കാനിസത്തിൽ ഇതാണ് നടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ടെട്രാഹെഡ്രൽ സ്ട്രക്ചറിൽ നിന്നും ഇവരൊരു പ്ലെനാർ സ്ട്രക്ചറിലേക്കാണ് മാറുന്നത്. ഒരു പ്ലെയിനിലാണ് ഇവർ 3 ബോണ്ടും ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് ആരാ വരുന്നത്? ന്യൂക്ലിയോഫൈലാണ് വരുന്നത് അല്ലേ. ആ ന്യൂക്ലിയോഫൈലിന് എവിടെ നിന്നൊക്കെ വരാം? ഒന്നുകിൽ മേലെന്ന് വരാം, അല്ലെങ്കിൽ താഴ്ന്ന് വരാം. കറക്റ്റ് അല്ലേ? രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം ആ 3 ബോണ്ടും പ്ലെയിനിലാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? അങ്ങനെ 50% പോസിബിലിറ്റി ആണ് ടോപ്പിൽ നിന്നും ബോട്ടത്തു നിന്നും അറ്റാക്ക് ചെയ്യാനായിട്ടുള്ളത്. കാർബോകാറ്റയോൺ ഇങ്ങനെ ആയിരിക്കും. ഹൈപ്പർ കോൺജുഗേഷൻ എഫക്ട് കാരണമൊക്കെ എന്തുണ്ട്? ടെർഷ്യറി കാർബോകാറ്റയോണാണ് കൂടുതൽ സ്റ്റെബിലിറ്റി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി SN1 റിയാക്ഷൻ എന്തൊക്കെയാണ് ഫേവർ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. SN2ൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ ആണ് വരുന്നത്, പോളാർ എപ്രോട്ടിക് സോൾവെന്റ് ആവണം, ആൻഡ് ലീവിംഗ് ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇവിടെ വീക്ക് ന്യൂക്ലിയോഫൈൽ ആണെങ്കിൽ എന്താണ് നടക്കുക? SN1 റിയാക്ഷൻ ആണ് നടക്കുന്നത്. വീക്ക് ന്യൂക്ലിയോഫൈലിന് എക്സാമ്പിൾ ആരൊക്കെയാണ്? നമുക്ക് ROH, ആൽക്കഹോൾ ഉണ്ട്, വാട്ടർ ഉണ്ട്. ഇതൊക്കെ ഒരു വീക്ക് ന്യൂക്ലിയോഫൈലിന് എക്സാമ്പിൾ ആണ്. ഇനി നമ്മൾ സോൾവെന്റ് നോക്കുകയാണെങ്കിൽ നേരത്തെ പോളാർ എപ്രോട്ടിക് സോൾവെന്റ് ആയിരുന്നു പറഞ്ഞത്. SN1 റിയാക്ഷൻ എന്താണ്? പോളാർ പ്രോട്ടിക് സോൾവെന്റ് ആണ് നമുക്ക് വേണ്ടത്. ലൈക്ക് വാട്ടർ അല്ലെങ്കിൽ മെത്തനോൾ അല്ലെങ്കിൽ എത്തനോൾ, ഇങ്ങനത്തെ പോളാർ പ്രോട്ടിക് സോൾവെന്റ്സ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഇനി ലീവിംഗ് ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഗുഡ് ലീവിംഗ് ഗ്രൂപ്പ് ആവണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ I- > Br- Cl- F-. ഓക്കെ,
ഇതാണ് എന്ത് നമ്മുടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എലിമിനേഷൻ റിയാക്ഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു 3 ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് നമ്മളിവിടെ നോക്കുന്നത്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഉണ്ട്, എലിമിനേഷൻ റിയാക്ഷൻ ഉണ്ട്, റിയാക്ഷൻ വിത്ത് മെറ്റൽസും ഉണ്ട്. ഓക്കെ, ഇനി എലിമിനേഷൻ റിയാക്ഷനിൽ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ബീറ്റ എലിമിനേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ബീറ്റ എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ഹാലജൻ കണ്ടെയ്നിങ് കാർബൺ നമ്മൾ ആൽഫ കാർബൺ എന്ന് പറയും, നമ്മുടെ തൊട്ടടുത്തുള്ള കാർബൺ നമ്മൾ എന്ത് പറയും? ബീറ്റ കാർബൺ എന്നും പറയും. അപ്പോൾ ഇവിടെ എലിമിനേഷൻ നടക്കാന്ന് പറഞ്ഞാൽ ഒരു ബേസിന്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കാണ്? ഇവിടെ HX ഇവിടുന്ന് റിലീസ് ചെയ്യാണ്. ഓക്കെ, ബീറ്റ എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീറ്റ കാർബണിലുള്ള ഹൈഡ്രജൻ ആര് കൊണ്ടുപോകും? നമ്മുടെ ബേസ് കൊണ്ടുപോകുന്നുണ്ട്. ക്ലിയർ? ബേസ് കൊണ്ടുപോയിട്ട് ആരായിട്ട് മാറാണ്? BH X- ആയിട്ട് മാറും. ആൻഡ് ഇവിടുന്ന് ആര് പോകുന്നുണ്ട്? X- പോകുന്നുണ്ട്. ഓക്കെ, അതെങ്ങനെ നടക്കുന്നതെന്ന് വെച്ചാൽ അതെങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്? നമുക്കറിയാം ബേസ് വരുന്നു, ഈ H-നെ H+ ആയി കൊണ്ടുപോകുന്നു. H+ ആയി കൊണ്ടുപോകുന്ന സമയത്ത് ഈ ബോണ്ട് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ ഈ കാർബൺ എത്ര ബോണ്ടായി? 1 2 3 4 5 ആവൂലേ? അപ്പൊ എന്ത് ചെയ്യും? ഈ X അവിടുന്ന് ലീവ് ചെയ്യും. അങ്ങനെ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇതാണ് എന്ത് ഇവിടെ ഇപ്പോൾ എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്ക് ഹൈഡ്രജനും പോയി, അവിടുന്ന് ഹാലജനും പോയി. അതാണ് നമ്മൾ എലിമിനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കാൻ കാരണം. ആൻഡ് ബീറ്റ എലിമിനേഷൻ എന്ന് വിളിക്കാൻ കാരണം ബീറ്റ കാർബൺ എന്നാണ് നമ്മുടെ ഹൈഡ്രജൻ പോയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസ് ആണ്, എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലീവിംഗ് ഗ്രൂപ്പ് ആണ്, അല്ലെങ്കിൽ ഹാലജൻ ആണ്. ഓക്കെ, ഇനി അതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഫോം ചെയ്യുക? CH3 CH2 CH2 CH CH2 CHBr CH2. ഇവിടെ നമുക്കറിയാം 2 ബീറ്റ കാർബൺ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഒരു ബീറ്റ കാർബൺ ഇത്, അടുത്ത ബീറ്റ കാർബൺ ഇത്. അപ്പൊ എന്ത് ഫോം ചെയ്യാം? ഇവിടുന്ന് ഈ ഹൈഡ്രജൻ പോയിട്ട് ഒരു റിയാക്ഷൻ നമുക്ക് നടക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയിട്ട് ഇവിടെ ഡബിൾ ബോണ്ട് വരാം, ഇവിടുന്ന് ഹൈഡ്രജൻ പോയിട്ട് ഇവിടെ ഡബിൾ ബോണ്ട് വരാം. ഇങ്ങനെ 2 ചാൻസ് ആണല്ലേ നമുക്കുള്ളത്. ഇതില് എന്താണ് നമ്മുടെ എലിമിനേഷൻ റിയാക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജന്റ്? ആൽക്കഹോളിക് KOH ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബീറ്റ എലിമിനേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജന്റ് ആൽക്കഹോളിക് KOHന്റെ പ്രസൻസ് നമ്മൾ ഹീറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഇനി ഫസ്റ്റ് ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഏതാ എടുക്കുന്നത്? ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ എടുക്കുകയാണ്. ഓക്കെ, ഹൈഡ്രജൻ ഇവിടുന്ന് എടുക്കുകയാണ്. ഇവിടെ H2 എന്നുള്ളത് ഞാൻ ഇങ്ങനെ മാറ്റി എഴുതി. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടുന്ന് ഈ H-നെ ബേസ് കൊണ്ടുപോകും, ആൻഡ് ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ബ്രോമിൻ ഇവിടുന്ന് ലീവ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? CH3 CH2 CH ഡബിൾ ബോണ്ട് CH CH3. ഇതാണ് ഒരു കോമ്പൗണ്ട്. അടുത്തത് എനിക്ക് ആരാണ് കിട്ടുക? ഈ ഹൈഡ്രജനും ബ്രോമിനും. ക്ലിയർ? ഇവിടുത്തെ ഹൈഡ്രജൻ ആര് കൊണ്ടുപോകും? ബേസ് കൊണ്ടുപോകും, ബ്രോമിൻ അവിടുന്ന് ലീവ് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഡബിൾ ബോണ്ട് ഇവിടെ ഫോം ചെയ്യും. CH3 CH2 CH2 CH ഡബിൾ ബോണ്ട് CH2. ഓക്കെ, ഇതിൽ നമ്മുടെ മേജർ പ്രോഡക്റ്റ് ആരാണ്? നമ്മുടെ ഫസ്റ്റ് കോമ്പൗണ്ട് ആണ് നമ്മുടെ മേജർ പ്രോഡക്റ്റ്. സെക്കൻഡ് കോമ്പൗണ്ട് മൈനർ ആണ്. കാരണം ഇവിടെ നടക്കുന്നത് എന്താണ്? സെയ്റ്റ്സെഫ് റൂൾ പ്രകാരമാണ് ഇവിടെ നടക്കുന്നത്. സെയ്റ്റ്സെഫ് റൂൾ എന്താ പറയുന്നത്? ഏറ്റവും മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആയിരിക്കും നമ്മുടെ മേജർ പ്രോഡക്റ്റ് ആരായിരിക്കും? മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആയിരിക്കും മേജർ പ്രോഡക്റ്റ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഇതാണ് മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ കമ്പയർഡ് ടു ദിസ് വൺ. അതുകൊണ്ട് എന്താണ്? ഇതായിരിക്കും നമ്മുടെ മേജർ പ്രോഡക്റ്റ് വരുന്നത്. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെയ്റ്റ്സെഫ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, റിയാക്ഷൻ വിത്ത് മെറ്റൽസിൽ നമുക്കറിയാം ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മെഗ്നീഷ്യ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. മെഗ്നീഷ്യ ആയിട്ടുള്ള റിയാക്ഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ് ഇവിടെ ഫോം ചെയ്യുക. RMgX അല്ലേ? RMgX, അതായത് നമ്മുടെ RX മെഗ്നീഷ്യം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഇതിൽ റിയാക്ട് ചെയ്യുമ്പോൾ RMgX അല്ലെങ്കിൽ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആയിട്ട് മാറും. ക്ലിയർ? ഇതാണ് എന്ത്? നമ്മുടെ റിയാക്ഷൻ വിത്ത് Mg. ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ളത് റിയാക്ഷൻ വിത്ത് സോഡിയം ആയിട്ടുള്ള റിയാക്ഷൻ. ഇത് നമ്മൾ പഠിച്ച റിയാക്ഷൻ ആണ്. ഏതാണിത്? വുഡ്സ് റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ 2 മോൾ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് എടുക്കും ആൻഡ് 2 മോൾ ഓഫ് സോഡിയം എടുക്കും ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ആൻഡ് എന്ത് സംഭവിക്കും? ഇവിടെ 2 മോൾസ് ഓഫ് ഇങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. NaBr 2 NaBr ഫോം ചെയ്യുന്നുണ്ട് ആൻഡ് C2H6, അതായത് ഡബിൾ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം കണ്ടെയ്നിങ് കോമ്പൗണ്ട് ആണ് നമുക്ക് കിട്ടുക. നമ്മൾ CH3Br എന്ന് തുടങ്ങിയാൽ നമുക്ക് ആരെ കിട്ടും? 2 മോൾസ് നമ്മൾ എടുക്കും ആൻഡ് നമുക്കൊരു ഈവൻ നമ്പർ ഓഫ് കാർബൺ കണ്ടെയ്നിങ് ആൽക്കൈനെ ഇവിടെ ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാണ് എന്ത്? വുഡ്സ് റിയാക്ഷൻ. ഇനി നമുക്ക് ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following alkyl halide will undergo SN1 reaction readily? ഏറ്റവും പെട്ടെന്ന് SN1 റിയാക്ഷൻ ഇതിൽ ആരാണ് അണ്ടർഗോ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ
ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ തന്നിട്ടുള്ളത് മുഴുവൻ എന്താണ്, ഒരു ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് ആണ് തന്നിട്ടുള്ളത് അല്ലേ. ഇനിയിപ്പോ അതിൽ ഡൗട്ടില്ല, ടെർഷ്യറി ആണോ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ അതിൽ ഡൗട്ടില്ല, കാരണം തന്നിട്ടുള്ളതൊക്കെ എന്താണ്, ടെർഷ്യറി ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ആരാണ്, ഇതിലെ ആരാണ് പെട്ടെന്ന് റിയാക്ട് ചെയ്യുക, നമ്മുടെ അയഡിൻ ഇവിടെ കിടപ്പുണ്ട് അല്ലേ, അയഡിനാണ് പെട്ടെന്ന് ലീവ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും മോർ റിയാക്റ്റീവ് ആരായിരിക്കും, നമ്മുടെ അയഡിൻ CH3 Ci ആയിരിക്കും മോർ റിയാക്റ്റീവ് ആയിട്ട് വരുന്നത്. കാരണം സിൻസ് Ci ബോണ്ട് ആണ് എന്ത്, വീക്കർ ആയിട്ടുള്ള ബോണ്ട്, അതുകൊണ്ട് അത് നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ അടുത്ത ന്യൂക്ലിയോഫൈലിന് വരാനായിട്ട് സാധിക്കും. ക്ലിയർ? ഓക്കെ, അതുകൊണ്ട് നമ്മളെ ആൻസർ എന്താണ്, CH3 Ci ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is a correct statement for C2H5Br? ഈഥൈൽ ബ്രോമൈഡ് അല്ലെങ്കിൽ ബ്രോമോ ഈഥൈന് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ എന്താണ്, ഇറ്റ് റിയാക്ട് വിത്ത് മെറ്റാലിക് സോഡിയം ടു ഗിവ് ഈഥൈൻ. ഈഥൈൻ ആണോ തരിക? അല്ല, എന്താണ് തരിക, ബ്യൂട്ടൈൻ ആണ് തരിക. കാരണം അത് എന്ത് റിയാക്ഷൻ ആണ്, വൂഡ്സ് റിയാക്ഷൻ ആണ് അല്ലേ, വൂഡ്സ് റിയാക്ഷനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് വൺ എന്താണ്, ഇറ്റ് ഗിവ്സ് നൈട്രോ ഈഥൈൻ ഓൺ ഹീറ്റിംഗ് വിത്ത് അക്വസ് സൊല്യൂഷൻ ഓഫ് AgNO2. അതെന്താണ്, അക്വസ് സൊല്യൂഷൻ ഓഫ് AgNO2 ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ആര് ഫോം ചെയ്യുന്ന പറഞ്ഞത്, നൈട്രോ ഫോം ചെയ്യുന്നതാണ് പറഞ്ഞത്. KNO2 ആണെങ്കിൽ എന്താണ് ഫോം ചെയ്യുക, ONO ആണ് ബോണ്ട് ഫോം ചെയ്യുക. കറക്റ്റ് അല്ലേ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടി. ഏതാണിത്, ഓക്കെ, ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ. തേർഡ് പോയിന്റ് എന്താണ്, ആൽക്കഹോളിക് പൊട്ടാഷ്യം ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എലിമിനേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, എലിമിനേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഐസോപ്രോപ്പൈൽ ബ്രോമൈഡ് ഇൻ വുഡ്സ് റിയാക്ഷൻ ഗിവ്സ്. ഐസോപ്രോപ്പൈൽ ബ്രോമൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, CH3CH3Br. ഇതാണ് ഐസോപ്രോപ്പൈൽ ബ്രോമൈഡ്. ഇവര് വുഡ്സ് റിയാക്ഷൻ നടക്കുക പറഞ്ഞാൽ എന്തായിരിക്കും നടക്കുന്നത്, CH3 ഇതല്ലേ ഫോം ചെയ്യുക. കാരണം ഇവിടുന്ന് ബ്രോമിൻ പോവും, അപ്പുറത്ത് വേറൊരു കോമ്പൗണ്ട് ഉണ്ടാവും, അതിനും ബ്രോമിൻ പോവും, അങ്ങനെ ഇവർ തമ്മിൽ ബോണ്ട് ഫോം ചെയ്യും. ആൻഡ് നമുക്ക് തന്നിട്ടുള്ളത് ഓക്കെ 1 2 3 4 ഇതായിരിക്കും നമ്മുടെ എന്ത്, ലോങ്സ്റ്റ് കാർബൺ ചെയിൻ വരുന്നത് അല്ലേ. 1 2 3 4 ഇതാണ് നമ്മുടെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ അല്ലേ. ഇനി എന്താ നമ്മുടെ കിട്ടുന്ന പ്രോഡക്റ്റ്, 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ, സി ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഇതാണ് നമുക്ക് നടക്കുന്ന റിയാക്ഷൻ. ഏത് റിയാക്ഷൻ ആണ്, വുഡ്സ് റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ആൻഡ് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. ക്ലിയർ? അപ്പോൾ അതാണ് നമ്മുടെ ഹാലോ ആൽക്കെയ്ൻസ്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ആരെ കുറിച്ചിട്ടാണ്, ഹാലോ അലീൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഹാലോ അലീൻസ് എന്താണെന്ന് നോക്കാം. ഹാലോ അലീൻസ് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഹാലജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഒരു അരൈൽ ഗ്രൂപ്പുമായിട്ടാണ് ഹാലജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അല്ലേ. അരൈൽ ഗ്രൂപ്പുമായിട്ടാണ് ഇവിടെ ഹാലജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതിനൊരു എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റും, ബ്രോമോബെൻസീൻ. ബ്രോമോബെൻസീനിൽ ബ്രോമിൻ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ആരായിട്ടാണ്, ബെൻസീൻ ആയിട്ടാണ്. ബെൻസീൻ എന്താണ്, ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. ഇവിടെ ഈ ബ്രോമിൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ കാർബൺ നോക്കുകയാണെങ്കിൽ ഈ കാർബൺ എന്ത് ഹൈബ്രിഡൈസ്ഡ് ആണ്, ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിലാണ് ഇവിടെ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഹാലോ ആൽക്കെയ്ൻസിൽ എന്തായിരുന്നു, ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിലായിരുന്നു ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ. ഹാലോ അലീൻസിന്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് നമുക്കുള്ളത് ഏതാണ്, സാൻഡ്-മേയേഴ്സ് റിയാക്ഷൻ. സാൻഡ്-മേയേഴ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സാൻഡ്-മേയേഴ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഡൈസർട്ടൈസേഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ബെൻസീൻ ഡൈസോണിയം ഹാലൈഡ് ആണ് ഫസ്റ്റ് ഇവിടെ ഫോം ചെയ്യുന്നത്. എങ്ങനെ, നമ്മൾ അനിലീനെ NaNO2 ഇൻ പ്രസൻസ് ഓഫ് HX ന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുക. അറ്റ് 0 to 5 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, 0 to 5 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ബെൻസീൻ ഡൈസോണിയം ഹാലൈഡ് കിട്ടും. ഇനി ഈ ബെൻസീൻ ഡൈസോണിയം ഹാലൈഡിനെ നമ്മൾ കുപ്രസ് ഹാലൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാണ്. Cu2X2 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറസ്പോണ്ടിങ് അരൈൽ ഹാലൈഡ് ഫോം ചെയ്യും. ആൻഡ് N2 ഗ്യാസ് ഇവിടെ റിലീസ് ചെയ്യുകയും ചെയ്യും. ക്ലിയർ? ഇതാണ് എന്ത്, സാൻഡ്-മേയേഴ്സ് റിയാക്ഷൻ. സാൻഡ്-മേയേഴ്സ് റിയാക്ഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്, ഡൈസർട്ടൈസേഷൻ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ ഡൈസോണിയം ക്ലോറൈഡിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്യും കുപ്രസ് ഹാലൈഡ് ആയിട്ട്. ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഹാലൈഡ് ആരൊക്കെയാണ്, ക്ലോറിനും ഉണ്ട്
ബ്രോമിനും ഉണ്ട്. ഇനിയിപ്പോൾ എനിക്ക് അയഡിനാണ് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കുപ്രസ് ഹാലൈഡ് ആഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അയഡിൻ്റെ കാര്യം നമ്മൾ പറയുന്നത് ഇവിടെയാണ്. അയഡിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കുപ്രസ് ഹാലൈഡ് ആഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? ജസ്റ്റ് പൊട്ടാഷ്യം അയഡൈഡ് നമ്മൾ ബെൻസീൻ ഡൈസോണിയം സോൾട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് അയോഡിൻ കണ്ടെയ്നിങ് അരോമാറ്റിക് കോമ്പൗണ്ട് നമുക്ക് കിട്ടും. ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ബാക്കിലോട്ട് പോവാണ്. എന്ത്? ബാൽ-ഷീമാൻ റിയാക്ഷൻ ആണ് നെക്സ്റ്റ്. നമ്മൾ ഫ്ലൂറിൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ബാൽ-ഷീമാൻ റിയാക്ഷൻ. ഈ ബാൽ-ഷീമാൻ റിയാക്ഷൻ നമ്മൾ അമീൻസ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ അനിലീനെ എഗെയിൻ നമ്മൾ HX ആയിട്ട് ട്രീറ്റ്, ഡൈസോട്ടൈസേഷൻ റിയാക്ഷനിൽ നമ്മൾ HX ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാറ്, NaNO2. ഇവിടെ ആ HXന് പകരം നമ്മൾ ആരാണ് എടുക്കുന്നത്? HbF4 എടുക്കുന്നത്. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ BF4 മൈനസ് ഇവിടെ അറ്റാച്ച് ചെയ്യും. ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട് എന്താണ് ഉണ്ടാകുന്നത്? ബെൻസീൻ ഡൈസോണിയം ടെട്രാഫ്ലൂറോബോറേറ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിലേക്ക് ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്താൽ ആര് പോവും? നമ്മുടെ നൈട്രജൻ പോവും, BF3 പോവും. ആര് ബാക്കിയാവും? ഫ്ലൂറോബെൻസീൻ ഫോം ചെയ്യും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഫ്ലൂറോബെൻസീനെ ഫോം ചെയ്യുന്നത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് പഠിച്ചു. ക്ലോറോബെൻസീൻ, ബ്രോമോബെൻസീൻ, അയോഡോബെൻസീനെയും പഠിച്ചു. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ളത് ഓക്കെ, ഇത് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കെമിക്കൽ റിയാക്ഷൻ. നമ്മുടെ ഹാലോ അരീൻസിന്റെ കെമിക്കൽ റിയാക്ഷൻസിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. ഓക്കെ, കെമിക്കൽ റിയാക്ഷൻ നമ്മൾ നേരത്തെ ഹാലോ അരീൻസ് ആൽക്കൈൻസിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഉണ്ട്. ആൻഡ് നമുക്ക് എന്താണുള്ളത്? പിന്നെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഉണ്ട്. ദെൻ നമുക്ക് റിയാക്ഷൻ വിത്ത് മെറ്റൽസും ഉണ്ട്. ഓക്കെ, ഇനി ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ കേസ് പറയുകയാണെങ്കിൽ ഇവിടെ ഹാലോ അരീൻസിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഡ്രാസ്റ്റിക് കണ്ടീഷൻസിൽ മാത്രമേ നടക്കുള്ളൂ. എന്താണ്? ഡ്രാസ്റ്റിക് കണ്ടീഷൻസിൽ മാത്രമേ നടക്കുള്ളൂ. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള പറഞ്ഞത് ഡോസ് പ്രോസസ്. ഡോസ് പ്രോസസ് നമ്മൾ ഇന്നലെ ആൽക്കഹോളിന്റെ കേസിൽ പഠിച്ചു. ആൻഡ് ഡോസ് പ്രോസസ് ആണ് ഇതിൽ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നമ്മൾ പറയുന്ന പോലെ എന്തുണ്ട്? ഹാലോജനേഷൻ, നൈട്രേഷൻ, സൾഫണേഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ്സ്, ആൽക്കൈലേഷൻ ഉണ്ട്, അസൈലേഷൻ ഉണ്ട്. ദെൻ റിയാക്ഷൻ വിത്ത് മെറ്റൽസിൽ നമുക്ക് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ഡ്രാസ്റ്റിക് കണ്ടീഷനിൽ മാത്രമേ ഹാലോ അരീൻസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുള്ളൂ എന്ന് പറയാനുള്ള കാരണം എന്താണ്? കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. നമുക്ക് എന്തുണ്ട്? ഇങ്ങനെ ഒരു ക്ലോറോബെൻസീൻ ഉണ്ട്. ഈ ക്ലോറോബെൻസീന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ റെസൊണൻസ് പോസിബിൾ ആണ്. ആൻഡ് ഇവിടെ എന്തുണ്ട്? ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ആണ് ഇവിടെ ഉള്ളത് അല്ലേ? ആ ക്ലോറിനും ആ അരൈൽ ഗ്രൂപ്പ് തമ്മിലുള്ള ബോണ്ട്. അപ്പൊ എന്താണ്? നമ്മൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ നടക്കുക? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ക്ലോറിൻ അവിടുന്ന് ലീവ് ചെയ്യും, വേറെ ആരെങ്കിലും അവിടെ വരണം അല്ലേ? അതല്ലേ നടക്കുക. അപ്പൊ എന്താണ്? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യില്ല, അത്ര ഈസി ടാസ്ക് ആവില്ല. കാരണം എന്താണ്? ഇതിനൊരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. കറക്റ്റ് അല്ലേ? അനദർ റീസൺ നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ ഈ അരോമാറ്റിക് റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ റിച്ച് റിംഗ് ആണ്. ഈ ഇലക്ട്രോൺ റിച്ച് റിംഗിലേക്ക് വീണ്ടും ഒരു ഇലക്ട്രോൺ കൂടുതലുള്ള ന്യൂക്ലിയോഫൈലാണ് വരുന്നതെന്ന് പറഞ്ഞാൽ അവരിൽ ആരാണ് കൂടുതലുള്ളത്? ഇലക്ട്രോൺസ് ആണ് കൂടുതലുള്ളത്. അവർ വരുമ്പോൾ എന്താ സംഭവിക്കുക? റിപ്പൽ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള അരോമാറ്റിക് ഗ്രൂപ്പ് ന്യൂക്ലിയോഫൈലിനെ റിപ്പൽ ചെയ്യും. നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ SN1 റിയാക്ഷൻ ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു? ഒരു കാറ്റയോൺ ആണ് ഫോം ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, ഈ ഫീനൈൽ കാറ്റയോൺ എന്ന് പറഞ്ഞാൽ ഈ കാറ്റയോൺ എന്താണ്? വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാറ്റയോൺ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല? അതൊരിക്കലും ഫോം ചെയ്യില്ല. ഇതൊക്കെയാണ് എന്തിന് റീസൺ? നമ്മൾ ഹാലോ അരീൻസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യില്ല എന്ന് നമ്മൾ പറയാൻ കാരണം ഇതാണ്. ഓൺലി ഡ്രാസ്റ്റിക് കണ്ടീഷനിൽ മാത്രമേ ഇവർ അണ്ടർഗോ ചെയ്യുള്ളൂ. അതിന് എക്സാമ്പിൾ ആണ് ആര്? ഡോസ് പ്രോസസ്. ഡോസ് പ്രോസസ് എന്തായിരുന്നു? നമ്മൾ ക്ലോറോബെൻസീൻ എടുത്തു. ക്ലോറോബെൻസീനെ NaOH ആയിട്ട് ട്രീറ്റ് ചെയ്ത് 623 കെൽവിൻ ആൻഡ് 300 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ എന്ത് ഫോം ചെയ്യും? നമുക്ക് ആദ്യം സോഡിയം ഫിനോക്സൈഡ് ഫോം ചെയ്യും. ആൻഡ് അതിനെ നമ്മൾ ഡൈല്യൂട്ട് HCl ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഫീനോള് കിട്ടും. നമ്മൾ ഫീനോളിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിലെ ഒരു പ്രോസസ്സായിട്ട് ഡോസ് പ്രോസസ്സ് പറയുന്നുണ്ട്. ഓക്കെ, ഇനി വേറൊരു കണ്ടീഷൻ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡ്രാസ്റ്റിക് കണ്ടീഷനിലാണെന്ന്. അതിനൊരു എക്സാമ്പിൾ ആണ് ഇത്. പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റ് ദി ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻസ് ഇൻക്രീസ് ദ റിയാക്ടിവിറ്റി ഓഫ് ഹാലോ അരീൻ ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലേക്ക് ഹാലോ അരീൻസിന്റെ റിയാക്ടിവിറ്റി കൂട്ടുന്ന ഒരു ഘടകമാണ് എന്ത്? പ്രസൻസ് ഓഫ്
ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റ് ദി ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇവിടെ പാരാ പൊസിഷനിൽ ആരുണ്ട്? നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്. ഈ പാരാ പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ NaOH at 443 കെൽവിനിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആ ക്ലോറിൻ അവിടുന്ന് പോയിട്ട് ആരും വരുന്നുണ്ട്? അവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ട്? ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ആരുണ്ട്? നൈട്രോ ഗ്രൂപ്പ് പ്രസന്റ് ആണ്. അപ്പോ ഈ 443 കെൽവിൻ മാറിയിട്ട് എത്രയായി? 368 കെൽവിൻ ആയിട്ട് കുറഞ്ഞു. അതായത് റിയാക്ടിവിറ്റി എന്ത് ചെയ്തു? കൂടി. നമ്മൾ കുറച്ച് ഹീറ്റ് ചെയ്താൽ മാത്രം തന്നെ എന്ത് നടക്കും? ഈ റിയാക്ഷൻ നടക്കും കമ്പയർഡ് ടു ദിസ് റിയാക്ഷൻ. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ ഓർത്തോയിലും പാരയിലും ഫുൾ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട് ആര്? NO2. അപ്പൊ എന്താ ചെയ്ത്? ജസ്റ്റ് ഒന്ന് വാം ചെയ്ത് കൊടുത്താൽ തന്നെ എന്ത് ചെയ്യും? ഈ റിയാക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ക്ലോറിനെ പോയിട്ട് അവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. ഇതെന്താണ്? ഇതിന്റെ പേരെന്തായിരുന്നു? പിക്രിക് ആസിഡ് 2,4,6 ട്രൈനൈട്രോഫീനോൾ. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സിനെ ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലേക്ക് വെക്കുമ്പോൾ ഇതിന്റെ റിയാക്ടിവിറ്റി കൂടുന്നത്? വൈ നോട്ട് മെറ്റ? ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ്, ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് നോക്കാം എന്താ ഓർത്തോ പൊസിഷനിൽ ഉണ്ടാവും എന്താ നടക്കുന്നത് എന്നുള്ളത്. ടെക്സ്റ്റ് ബുക്ക് തന്ന ഒരു പിക്ചറാണിത്. അതായത് നമുക്കറിയാം ഈ OH ഗ്രൂപ്പ് വരുന്ന സമയത്ത് ഇവിടെ പുതിയൊരു ബോണ്ട് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അപ്പൊ എന്താ? ഇവിടെ OH ഉണ്ട്, ക്ലോറിനും ഉണ്ട്. ക്ലിയർ? അപ്പൊ ആ സമയത്ത് എന്താവും? ഇവിടെ ഈ കാർബൺ 1 2 3 4 ബോണ്ട് ഓൾറെഡി ഉണ്ട്. ഇനി OH കൂടി ബോണ്ട് ഫോം ചെയ്താൽ എത്ര ആവും? 5 ബോണ്ട്സ് ആവും അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വരും. അപ്പൊ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഈ കാർബണിന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ആ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ സാധാരണ റെസൊണൻസ് വരക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ റെസൊണൻസ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഓർത്തോ പൊസിഷനിൽ ഈ നൈട്രോ ഗ്രൂപ്പ് ഉള്ളത് കാരണം ആ നെഗറ്റീവ് അയൺ അവിടെ ഉണ്ടാകുന്ന നെഗറ്റീവ് അയണിനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ആർക്കുണ്ട്? നമ്മുടെ നൈട്രോ ഗ്രൂപ്പിനുണ്ട്. ഓർത്തോ പൊസിഷനിൽ പ്രസന്റ് ആയിട്ടുള്ള നൈട്രോ ഗ്രൂപ്പിന് അങ്ങനെ ഈ നെഗറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള എന്തുണ്ട്? ഒരു കേപ്പബിലിറ്റി ഉണ്ട്. കാർബോകാറ്റയോൺ ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ ദി നൈട്രോ ഗ്രൂപ്പ് അറ്റ് ദി ഓർത്തോ പൊസിഷൻ. ഇനി പാരാ പൊസിഷന്റെ കേസ് നോക്കുകയാണെങ്കിലും നമുക്ക് റെസൊണൻസ് വരക്കുമ്പോൾ മനസ്സിലാവും ഈ പാരാ പൊസിഷനിൽ ആര് വരുന്നുണ്ട്? നമ്മുടെ നെഗറ്റീവ് ചാർജ് വരുന്നുണ്ട്. അതും എന്ത് ചെയ്യും? ആ നൈട്രോ ഗ്രൂപ്പ് എന്ത് ചെയ്യും? സ്റ്റെബിലൈസ് ചെയ്യും. നമ്മൾ ഓർത്തോന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെറ്റാ പൊസിഷൻ. മെറ്റാ പൊസിഷനിലാവുന്ന സമയത്ത് നമുക്കറിയാം ഈ റെസൊണൻസിന്റെ സമയത്തൊന്നും നെഗറ്റീവ് ചാർജ് എവിടെ വരുന്നില്ല? മെറ്റാ പൊസിഷനിൽ വരുന്നില്ല. ഓൺലി ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിൽ മാത്രമേ ആര് വരുന്നുള്ളൂ? നെഗറ്റീവ് ചാർജ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ഈ നൈട്രോ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, ഓർത്തോയിലാണെങ്കിലും പാരയിലാണെങ്കിലും ആ നെഗറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ആർക്ക് പറ്റും? അവിടെയുള്ള ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പായ നൈട്രോക്ക് സാധിക്കും. പക്ഷേ മെറ്റാ ഗ്രൂപ്പിൽ ആ നെഗറ്റീവ് ചാർജ് അവിടെ വരാത്തത് കാരണം അവിടെ മെറ്റാ പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ് ഉണ്ടായിട്ടും റിയാക്ടിവിറ്റിയിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. ക്ലിയർ? Carbanion is not stabilized by nitro group at the meta position. Nitro group meta position ഉള്ള nitro ഗ്രൂപ്പിന് ആ കാർബാനിയോൺ എന്ത് ചെയ്യാൻ പറ്റില്ല? സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇതാണ് എന്ത്? നമ്മുടെ ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടായാൽ റിയാക്ടിവിറ്റി കൂടുമെന്ന് പറയാനുള്ള കാരണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഹാലോ അരീൻസിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. നൈട്രേഷൻ നടക്കുന്നുണ്ട്, സൾഫണേഷൻ നടക്കുന്നുണ്ട്, ഹാലജനേഷൻ നടക്കുന്നുണ്ട്, ഇതൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് നമുക്കറിയാം ഓർത്തോ പാരാ പ്രൊഡക്ട്സ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുക. കാരണം നമ്മൾ ഓർത്തോ പാരാ പ്രൊഡക്ട്സ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുക. കാരണം നമ്മൾ നേരത്തെ കണ്ടു എന്ത്? നമുക്ക് റെസൊണൻസിന്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ഞാൻ ക്ലോറിൻ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക അല്ലെ? എന്ത് ചെയ്യും? നെഗറ്റീവ് ചാർജ് ഇവിടെ വരും. അപ്പൊ എന്ത് ഫോം ചെയ്യും? ഓക്കെ, ഇനി എന്ത് സംഭവിക്കും? ഇവിടെ വരും, ഇവിടെ വരും. എന്താ ഫോം ചെയ്യുക? ഓക്കെ, ഇനി എന്താ സംഭവിക്കുക? ഇങ്ങനെ. അപ്പൊ എന്താ ഫോം ചെയ്യുക? ക്ലിയർ? ഓക്കെ, ലാസ്റ്റ്
സ്ട്രക്ചേഴ്സ് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? നമ്മുടെ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലുമാണ് ആര് വരുന്നത്? ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലാണ് ആര് വരുന്നത്? നമ്മുടെ നെഗറ്റീവ് ചാർജ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോഫൈൽസ് എങ്ങോട്ടായിരിക്കും വരുന്നത്? ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലേക്കായിരിക്കും വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. അതുകൊണ്ട് ഓക്കെ, ഇതാണ് നമ്മൾ വരച്ച റെസൊനേറ്റിംഗ് സ്ട്രക്ചർ. ഈ റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലാണ് നമ്മുടെ നെഗറ്റീവ് ചാർജസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോഫൈൽസ് ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലേക്കായിരിക്കും കൂടുതൽ അട്രാക്ട് ചെയ്യപ്പെടുന്നത്. ക്ലിയർ? ഇനി ഫസ്റ്റ് നമുക്ക് നോക്കാം ഹാലോജിനേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്. ഹാലോജിനേഷൻ ക്ലോറോബെൻസീൻ ഞാൻ എടുത്തു. ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് ഫെറിക് ക്ലോറൈഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിൽ വേറൊരു ക്ലോറിൻ വന്ന് അറ്റാച്ച് ചെയ്യും. ആൻഡ് പാര ആയിരിക്കും നമ്മുടെ എന്ത് മേജർ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നൈട്രേഷൻ. നൈട്രേഷൻ്റെ സമയത്ത് എന്താ എടുക്കുക? H2SO4ഉം HNO3 ആണ് നമ്മുടെ നൈട്രേഷൻ മിക്സർ എടുത്തു. ഓർത്തോ ആൻഡ് പാരാ പ്രോഡക്ട്സ് കിട്ടി. നെക്സ്റ്റ് സൾഫണേഷൻ. സൾഫണേഷൻ തന്നെ നമുക്കറിയാം എന്താണ് ആഡ് ചെയ്യുന്നത്? കോൺസെൻട്രേറ്റഡ് H2SO4ന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നു. പാര ആൻഡ് ഓർത്തോ പ്രോഡക്ട്സ് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ, ദെൻ അസൈലേഷൻ. ആൽക്കൈലേഷൻ നമുക്കറിയാം, നമ്മളൊരു CH3Cl അല്ലെങ്കിൽ ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു. അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറിൻ്റെ പ്രസൻസിൽ നമുക്ക് എന്ത് കിട്ടും? ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടും ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിൽ. നെക്സ്റ്റ് ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷനിൽ അസൈൽ ഗ്രൂപ്പ് CH3CO ഗ്രൂപ്പ് അല്ലെങ്കിൽ RCO ഗ്രൂപ്പാണ് ഇവിടെ അറ്റാച്ച് ചെയ്യുക. അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് വന്നു. ഓക്കെ, ക്ലിയർ? എല്ലാവർക്കും അറിയുന്നതാണ് ഈ റിയാക്ഷൻ. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്നത്. ഓക്കെ, നമുക്ക് കൂടുതൽ സമയം ഇതിനൊന്നും കളയേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയണമെന്ന് ഈ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എല്ലാ ചാപ്റ്ററിലും നമ്മൾ പഠിക്കുന്നതുമാണ്. ഓക്കെ, നെക്സ്റ്റ് റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. റിയാക്ഷൻ വിത്ത് മെറ്റൽസിൽ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ ആണ്. വുഡ്സ് റിയാക്ഷൻ എന്താ നമുക്കറിയാം? RX 2 മോളിക്യൂൾ എടുക്കുന്നു, 2 മോൾ സോഡിയമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഈവൻ നമ്പർ ഓഫ് കാർബൺ കണ്ടെയ്നിങ് ഹൈഡ്രോ കാർബൺ ആണ് കിട്ടുന്നത്. ഇവിടെ വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു അരൈൽ ഗ്രൂപ്പും ഒരു ആൽക്കൈൽ ഗ്രൂപ്പുമാണ് ഇവിടെ എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്താ ഉണ്ടാവുക? നമുക്ക് ഇവിടെ എന്തുണ്ടാവുന്നുണ്ട്? ടൊളുയിൻ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ മീഥൈൽ ബെൻസീൻ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. CH3 എവിടുന്നാണ് വന്നത്? CH3Br എന്ന് വന്നു. ഈ ബെൻസീൻ ഗ്രൂപ്പ് എവിടുന്നാണ് വന്നത്? ഈ ബ്രോമോ ബെൻസീൻ വന്നു. ക്ലിയർ? ഓക്കെ, ഇനി നമുക്കുള്ളത് ഫിറ്റിക് റിയാക്ഷൻ. ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് അരൈൽ ഗ്രൂപ്പ് കണ്ടെയ്നിങ് ഹാലജൻ എന്ത് ചെയ്യാണ്? സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഇതിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഡൈഫിനൈൽ കിട്ടും. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഐഡന്റിഫൈ ദി കോമ്പൗണ്ട് Y ഇൻ ദി ഫോളോയിങ് റിയാക്ഷൻ. ഓക്കെ, ഇതിൽ Y കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഏത് റിയാക്ഷൻ ആണിത്? സാൻഡ് മേയേഴ്സ് റിയാക്ഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? സാൻഡ് മേയേഴ്സ് റിയാക്ഷൻ ആണിത്. ആൻസർ ക്ലോറോബെൻസീൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് metaxylene react with bromine in presence of FeBr3. What are the products formed? Metaxylene എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബെൻസീൻ ഒരു മേലെ CH3 മെറ്റാ പൊസിഷനിലും CH3 ഇവർ ആരായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് FeBr3. അപ്പൊ നമുക്കറിയാം ഇതാണ് നമ്മുടെ മെറ്റാസൈലിൽ ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് FeBr3. ഇതെന്താണ്? ഹാലോജിനേഷൻ ആണ് അല്ലേ? ഈ ഹാലോജിനേഷന്റെ സമയത്ത് നമുക്കറിയാം ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലാണ് ആര് വരിക? നമ്മുടെ ഹാലജൻ വന്ന് അറ്റാച്ച് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പൊസിഷനിൽ ഒരിക്കലും അറ്റാച്ച് ചെയ്യില്ല. കാരണം എന്താണ്? ഇവിടെ രണ്ട് ബൾക്കി ഗ്രൂപ്പ്സ് ആണ് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത്. ഓക്കെ, അപ്പുറം ഇപ്പുറം ആരാണുള്ളത്? രണ്ട് ബൾക്കി ഗ്രൂപ്പ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ ബ്രോമിന് അവിടെ വന്ന് അറ്റാച്ച് ചെയ്യാൻ കഴിയില്ല. പകരം ബ്രോമിൻ എവിടെ വരും? ഇവിടെയും വരും, ഇവിടെയും വരും. ഇതിനെ നോക്കുമ്പോൾ ഇത് ഓർത്തോ പൊസിഷൻ ആണ്, ഇത് പാരാ പൊസിഷൻ ആണ്. ക്ലിയർ? അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഇങ്ങനെ രണ്ട് പ്രൊഡക്ട്സിനാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത് നോക്കുമ്പോൾ ഇത് പാരാ ആണ്, ഇത് ഓർത്തോ ആണ്. ക്ലിയർ? ഇങ്ങനെ രണ്ട് പ്രൊഡക്ട്സ് ആണ് എന്ത് കിട്ടുക? നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സ്റ്റെറിക് ഹിൻഡ്രൻസ് കാരണമാണ് ഇവിടെ ബ്രോമിൻ വരാത്തത്. ഓൾസോ CH3 ഗ്രൂപ്പ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആണ്. ക്ലിയർ? ഗോട്ട് ഇറ്റ്? ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് ആരൊക്കെയാണ്? ഇത് രണ്ടുമാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് റിയേജന്റ് ആർ റിക്വയർഡ് ഫോർ 1 സ്റ്റെപ്പ് കൺവേർഷൻ ഓഫ് ക്ലോറോബെൻസീൻ ടു ടോളുയിൻ? ക്ലോറോബെൻസീനെ ആരായിട്ട് മാറ്റണം? ക്ലോറോബെൻസീൻ ആരായിട്ട് മാറ്റണ്ടേ? ടോളുയിൻ ആയിട്ടാണ് മാറ്റുന്നത്. ഇതിൽ ഏതായിരിക്കും? ഈ തന്ന ഓപ്ഷൻസിൽ ഏതായിരിക്കും നമുക്ക് ഈ ഒരു കൺവേർഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഏതായിരിക്കും? നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും
വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ ഈസ് ഹിയർ. CH3Cl ഉണ്ട്, സോഡിയം ഉണ്ട്, ഡ്രൈ ഈതർ ഉണ്ട്. ക്ലിയർ? CH3Cl, സോഡിയം, ഡ്രൈ ഈതർ. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ ഈ Clഉം ഇവിടുന്ന് പോവും, CH3Clന്റെ ഈ ക്ലോറിനും പോവും. ആര് വരും? മീഥൈൽ ഗ്രൂപ്പ് അവിടെ വന്നിട്ട് അറ്റാച്ച് ചെയ്യും. ക്ലിയർ? ഓക്കെ. ഇവിടെ CH3Cl അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ആയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ഓർത്തോ പൊസിഷനിലോ അല്ലെങ്കിൽ പാരാ പൊസിഷനിലോ മീഥൈൻ വന്നിട്ട് അറ്റാച്ച് ചെയ്യാണ് ചെയ്യാം. ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. എന്ത് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്താണ് ഇവിടെ കിട്ടുന്നത്? CH3Cl in presence of sodium and dry ether. Okay. On this note നമ്മൾ നമ്മുടെ ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻസിന് റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ അവിടെ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ആരും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ എക്സാമിന് പോകാവൂ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, ബൈ.